വെൽക്കം ടു ലക്ഷ്മി അൺഫിൽറ്റർഡ്. സോ എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ആദ്യം തന്നെ പേരിന്ന് തുടങ്ങണമല്ലോ, അതാണ് സെൽഫ് ഇൻട്രോൻ്റെ ഒരു മര്യാദ എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഈ ചാനൽ തുടങ്ങാൻ 28 വയസ്സാവുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു നഗ്ന സത്യം കൂടി ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നെ അറിയുന്ന കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഒരു പക്ഷേ നിൻ്റെ സ്വഭാവം വെച്ചിട്ട് നീ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, എൻ്റെ ലൈഫ് കുറച്ച് ട്വിസ്റ്റ്സ് തന്നു. ഞാൻ എവിടേക്കൊക്കെയോ ഒരു 4-5 കൊല്ലം സ്റ്റക്കായി. എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഇത്ര വയസ്സായിരുന്നു, എനിക്ക് മറ്റേ ഹിറ്റായിട്ട് ഓക്കെ എനിക്ക് ഇത്ര വയസ്സായി, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. എല്ലാവർക്കും ഇപ്പോൾ ലേറ്റ് ആവുന്നൊന്നുമില്ല. ചിലർക്ക് ഭയങ്കര ടീനിലിരിക്കുമ്പോഴേ ചിലപ്പോൾ സെറ്റായിട്ട് പ്രൊഫഷണലി പ്രൊഫഷൻ ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഇതുപോലെ കുറച്ച് ലേറ്റൊക്കെ ആവും. അപ്പോൾ അതിലും വലിയ കാര്യമില്ല ഗൈസ്. അങ്ങനെ എൻ്റെ സ്വദേശം തൃശ്ശൂർ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ പനങ്ങാട്, കൊടുങ്ങല്ലൂരിനെ പറയുള്ളൂ, നമ്മൾ എസ്എൻപുരം പനങ്ങാട് എന്ന് പറയും. ആ സ്ഥലത്താണ് ഞാൻ MESലായിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ പനങ്ങാട് സ്കൂളിൽ +1 +2 കംപ്ലീറ്റ് ചെയ്തു. ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. പഠിക്കാൻ നന്നായിട്ട് പറ്റി, പക്ഷേ ഭയങ്കര ബുള്ളിങ് ഒക്കെ അനുഭവിച്ച ഒരു +1 +2 കാലഘട്ടമാണ് എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മാറാറ്. പക്ഷേ ഞാൻ ഒരു ടൈമിൽ എൻ്റെ കുറേ വിഷമങ്ങൾ എനിക്കറിയുന്ന ഒരു ഫ്രണ്ട് അടുത്ത് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അതിനൊക്കെ ഫോർഗീവ് ചെയ്ത് കുറേ ട്രാവൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ബിക്കോസ് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളിൽ കുറേ സ്റ്റക്കായിരുന്നു വർഷങ്ങളോളം. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ അത് എത്രത്തോളം ഇല്ലാതാക്കിയിരുന്നു ഓരോ ഇൻസിഡൻസൊന്നും. കുറേയൊക്കെ സ്ട്രോങ് ആക്കി എന്നെ, ബട്ട് സ്റ്റിൽ അതൊക്കെ എന്നെ എവിടേക്കോ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ളൊരു സാധനമൊക്കെ എനിക്ക് വന്നായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ മാറി. ഐം ഗോയിങ് ഗുഡ് നൗ. എനിക്ക് എൻ്റെ ലൈഫ് കുറച്ചൊന്ന് ഷിഫ്റ്റായെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് 2024 ആ കാലഘട്ടത്തിലാണ്. 23 എൻ്റെ ഏറ്റവും വേസ്റ്റ്. എനിക്ക് ഒരു അസുഖമൊക്കെ വന്നു, ഞാൻ ഭയങ്കര ഡയഗ്നോസ്ഡായി. എനിക്ക് നാട്ടിലൊക്കെ പോകേണ്ടി വന്നു ഒരു സർജറി ചെയ്യാനൊക്കെ. അപ്പം ആ സമയത്ത് എനിക്ക് ലൈഫേ ഭയങ്കര കൈവിട്ട് പോയ പോലെ തോന്നി. ഓരോ ദിവസം ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ബെഗിങ് ദൈവത്തോട്. ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ കുറച്ച് മടിയൊക്കെ കാട്ടിയിരുന്ന കൂട്ടത്തിലായിരുന്നു. ദൈവത്തോട് എനിക്ക് ചോദിക്കാൻ തോന്നാൻ തുടങ്ങി, എനിക്ക് ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വേദന നോക്കാണ്ട് സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. എനിക്ക് ആ സമയത്ത് ഉറങ്ങിയാൽ മതിയായിരുന്നു. ദാറ്റ് വാസ് ദ ബെയർ മിനിമം നീഡ് ഐ ഹാഡ്. ഫുഡ് പോലും വേണ്ട, എനിക്ക് വേദന ഇല്ലാണ്ട് ഉറങ്ങണം, അത്ര മാത്രം എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ടൈം ഹാവ് പാസ്ഡ് ആൻഡ് ഞാൻ എന്നെ റിക്കവറാക്കി ഇത്രയൊക്കെ വന്ന് മൈൻഡൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ കുറേ കൂടെ ബെറ്ററായി എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് തന്നെ ഉണ്ടാവുന്നതിൽ ഭയങ്കര ഗ്രേറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എന്നോട് തന്നെ ചില സമയത്ത് ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മളെ സറൗണ്ട് ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർ ഓൾസോ നമ്മളുടെ ലൈഫിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ എവിടെയാണോ കൊണ്ടുവന്നിടുന്നത്, ദോസ് തിങ്സ് ആക്ച്വലി ഇൻഫ്ലുവൻസസ്. ചിലവർ നമ്മളെ ഗ്രോ ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്ത് എവിടെ നിന്നൊക്കെയോ കുറേ അനുഭവങ്ങളുണ്ടാക്കി വെൻ ഐ റീച്ച് എ സർട്ടൻ ഏജ് ആൻഡ് ഐ മീറ്റ് എ ഗുഡ് പീപ്പിൾ, നമുക്ക് ആ എനർജി എക്സ്ചേഞ്ച് ആവും വെൻ വി മീറ്റ് പീപ്പിൾ അല്ലേ. അതുപോലെയായിരുന്നു എനിക്ക് എൻ്റെ ഓരോ ഗേൾസിനെ മീറ്റ് ചെയ്തപ്പോൾ. ഫസ്റ്റ് സൈഡിൽ സം ഓഫ് ദം ഐ ഇഗ്നോർഡ് ദം. എനിക്ക് കുറേ സൗണ്ടൊന്നും ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ലൗഡാണ് യൂഷ്വലി. എനിക്ക് അവരുടെ പോലും സൗണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഞാനിങ്ങനെ കുറേ കൂട്ടുകൂടാണ്ടൊക്കെ ഇരുന്നായിരുന്നു ഇവിടെ വന്ന സമയത്ത്. അങ്ങനത്തെ ഞാൻ ഡിലേ ആക്കി വെച്ച ഒരുപാട് ഫ്രണ്ട്ഷിപ്സാണ് ലേറ്റർ ഓൺ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത്. എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു, വൈ ഡിഡ് ഐ ഞാൻ എന്തിനെത്ര ലേറ്റ് ആക്കി ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് നേരത്തെ അവരായിട്ട് ഫ്രണ്ട് ആവുമായിരുന്നു. ചിലപ്പോൾ ഓരോന്നിനൊരു സമയമുണ്ടെന്ന് പറയില്ലേ, ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. ടച്ച് വുഡ്. ഇപ്പോൾ എനിക്ക് ഉള്ള എൻ്റെ ഗേൾസ് ആർ അമേസിങ്. യു ഗേൾസ് ആർ അമേസിങ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ ഈ എളിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പുഷ് തന്നത്. ഇന്നെനിക്ക് 30 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എൻ്റെ ഫാമിലിയും എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇഷ്ടമില്ലാത്ത ആരും എന്നെ ഫോളോ ചെയ്യില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. താങ്ക് യു സോ മച്ച്. പക്ഷേ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ വ്യൂസ് കൂട്ടിത്തരണം. ഇഷ്ടമില്ലാത്തവരാണല്ലോ നമ്മളെ കാര്യങ്ങളിൽ എത്തി നോക്കാം. അത്രയൊക്കെ. പിന്നെ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു മെജോറിറ്റി ഓഫ് മൈ സ്കൂളിംഗ് വാസ് ഇൻ ഒമാൻ. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് MESൽ പഠിച്ചു. MESന്ന് പിന്നെ +1 +2 ഞാൻ പറഞ്ഞു പനങ്ങാട് സ്കൂൾ. അത് കഴിഞ്ഞു ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഒരു അക്കാദമിയിൽ, അതായത് അവരുടെ ഫസ്റ്റ് നെയിം ആപ്ടെക് എന്നായിരുന്നു. പിന്നീട് അത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ ആയിരുന്നു നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ. അവിടെ ഞാൻ BCom ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷനാണ് ചെയ്തത്.
കാരണം ഇതൊരു ഡിഗ്രി +2 ഡിപ്ലോമ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു കോഴ്സായിരുന്നു. ഒരു പ്രൈവറ്റ് കോഴ്സായിരുന്നു. ഡിഗ്രീൻ്റെ മറ്റേ BComന് മാത്രം എക്സാം നമ്മൾ വേറെ കോളേജിൽ പോയിട്ട് എഴുതിയത്. അത് രജിസ്റ്റർ ചെയ്തേക്കുന്ന അത് വരുന്നത് MG യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലായിരുന്നു. സോ അവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇത് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ബദ്രയിൽ. അവിടെ പഠിച്ച എല്ലാവർക്കും ഫസ്റ്റ് ബദ്രയിൽ ജോലി കിട്ടുക. ക്യാമ്പസിലേക്ക് ഫസ്റ്റ് വരാൻ ഗ്രൗണ്ട് സ്റ്റാഫ് ഹയറിങ്ങിനായിരുന്നു. അപ്പോൾ നമ്മൾ ബദ്രയിൽ ജോലി കിട്ടി. അങ്ങനെ ഒരു വർഷത്തോളം ബദ്രയിൽ വർക്ക് ചെയ്തു ചെന്നൈയിൽ. അതായിരുന്നു കരിയറിൻ്റെ സ്റ്റാർട്ടിങ്. ഏവിയേഷൻ എന്ന് പറഞ്ഞൊരു പലയിലായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കാലം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കൊച്ചി ബേസിൽ വർക്ക് ചെയ്തു എത്തിഹാദിന് വേണ്ടിയിട്ട്. എയർ ഇന്ത്യ ആയിരുന്നു നമ്മുടെ ഏജൻസി. സോ വി വർ വെയറിങ് എയർ ഇന്ത്യ യൂണിഫോം വിത്ത് എത്തിഹാദ് ടാഗ്. നല്ലൊരു പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മണ്ടത്തരം ചെയ്തു എൻ്റെ ലൈഫിൽ. ഒരു ക്യൂനെറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൽ അതിനെപ്പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് കുറേ അനുഭവമുള്ളവരെ. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് ലേറ്റായിട്ട് തലവെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് നാൾ നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ടോട്ടലി നമ്മൾ പറയുന്നത് ബ്ലഫിംഗ് ആണ്. ഇത് കുറച്ച് നാൾ പറഞ്ഞു, അതിൽ ഞാൻ കുറച്ച് റിഗ്രറ്റ് ചെയ്തു. ഐ മൂഡ് ഓൺ ഫ്രം ഇറ്റ്. വലിയ പണികളൊന്നും വരാൻ നിന്നില്ല. ബിഫോർ ദാറ്റ് എനിക്ക് കുറച്ച് റിയലൈസേഷൻ വന്നു. ഞാൻ അതിൽ നിന്ന് വിട്ടു. പിന്നെ ഞാൻ കുറച്ച് നാൾ ബാരക്സിൽ വർക്ക് ചെയ്തു, ഫ്രണ്ട് ഓഫ് ഹൗസിൽ. അപ്പോഴത്തേനും IELTS ഒക്കെ ചെയ്ത് ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും മൂലം എനിക്ക് ലോണൊന്നും സെറ്റായില്ല, കാനഡയ്ക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ UK ചൂസ് ചെയ്തു. UKയിലേക്ക് വന്നു. ഒന്നും പറയണ്ട, ഒരു 6-7 മാസം എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു ഇവിടെ വന്നിട്ട്. ഞാൻ വന്ന സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തണുപ്പും ഒറ്റപ്പെടലും ഒക്കെ ആയിരുന്നു. ഭയങ്കര സങ്കടമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. പക്ഷേ ടച്ച് വുഡ് ഇവിടെ വരണ്ട്. ഇപ്പോൾ ബെറ്ററാണ്, കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെന്താ, ഇതിനൊക്കെ മുന്നിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു യുണീക്ക് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ അവിടുത്തെ എഡ്യൂക്കേഷണൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തത്. അതിന് പാർട്ട് ടൈം ജോബാണ്. എൻ്റെ ഫസ്റ്റ് ജോബാണ് എൻ്റെ പാർട്ട് ടൈം ജോബ്. എനിക്ക് ക്ലാസ് 2 മണി വരെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒരു 6 മണി വരെ വർക്ക് ചെയ്തത്, 2 to 6 വരെ. കോളേജിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഹോസ്റ്റലിൽ നിന്ന് എല്ലാവരും എന്താ പറയുക, ഇവൻറ്റ് മാനേജ്മെൻറ്റിനൊക്കെ പോകുമായിരുന്നു. വെൽക്കം ടു ടി, നൈസ് ടു മീറ്റ് യു, ചിരിച്ച് കല്യാണങ്ങൾക്കൊക്കെ എല്ലാവരും വെൽക്കം ചെയ്യാനും ചില സമയത്ത് കാറ്ററിങ് അതൊക്കെ നമ്മൾ ചെയ്യാൻ പോയിട്ടുണ്ട്. എനിക്ക് ആ കാലമൊക്കെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നൊക്കെ കുറച്ച് നാണക്കേടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ ചെയ്യാൻ. കാര്യം 1-2 വെഡ്ഡിങ്ങിന്, എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണല്ലോ, തൃശ്ശൂർ. അവിടെ എന്നെ അറിയുന്ന ആരും എറണാകുളത്ത് അധികം നമ്മൾ എറണാകുളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ മാരേജസിനൊന്നും നമ്മളറിയുന്ന ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരു വട്ടം ഗൈസ്, ഞാൻ ബോൾഗാട്ടിലൊരു വർക്കിന് പോയതാണ്. അവിടെ വെച്ചിട്ട് ഞാൻ അറിയുന്നൊരു അങ്കിളിനെ കണ്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഏവിയേഷൻ സ്കൂളിൽ നിന്ന് നമ്മളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അന്ന് നമ്മൾ മറ്റേ ഒരു സ്കേർട്ടും ഒരു ബ്ലേസറും അങ്ങനത്തെ ഒരു എക്സിക്യൂട്ടീവ് വേഷത്തിലായിരുന്നു വെൽക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളെ കൊണ്ടുവന്നത് അവിടെ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടു. നാട്ടിലൊരറിയുന്നൊരു അങ്കിളിനെ കണ്ട് ഞാൻ ചമ്മി പോയിട്ടുണ്ട്. അന്നൊക്കെ ഞാനിത് ഭയങ്കര ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാ, എനിക്കതൊരു കുറച്ചിലൊക്കെ ആയിട്ട് ആ സമയത്ത് തോന്നിയത്. പക്ഷേ ഇവിടെ വന്നിട്ടൊക്കെ ഇവിടുത്തെ പിള്ളേരൊക്കെ 16 വയസ്സിൽ മറ്റേ ബാർട്ടൻഡറായിട്ടും റെസ്റ്റോറൻറ്റിലൊക്കെ ജോലിയൊക്കെ എടുക്കുന്നുണ്ട്. അവരിത് ഭയങ്കര നോർമലായിട്ടാണ് ചെയ്യണേ. പക്ഷെ നമ്മളെ നാട്ടിൽ നാട്ടുകാരെ പേടിച്ച് ജീവിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ പേടിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം, നല്ല പേര്, ചീത്തപ്പേര്, കുടുംബപ്പേര്, അങ്ങനെ കുറേ പേരുകളൊക്കെ നമ്മൾ ഭയന്ന് ജീവിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് അന്നുണ്ടായിരുന്നത്. ഇന്നത്തെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്താനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ ഒരു ഫാമിലി, ഒരു വെരി ഡീസൻറ്റ് ഫാമിലി ഭക്ഷണം കഴിക്കാൻ വന്നു. അവരുടെ മകൻ ലൈക്ക് ടീനേജ് ബോയ്, 17-18 വയസ്സവന്. അപ്പോൾ അവർ പോകാൻ നേരത്ത് അവൻ്റെ പാരൻസും ആ പയ്യനും കൂടെ വന്നിട്ട് ചോദിച്ചു നമ്മളെ അടുത്ത്, ഇവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കറണ്ട് ഇല്ല, എന്താ കാര്യം എന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ മോനിപ്പോൾ ഇത്ര വയസ്സായി, അപ്പോൾ അവനിങ്ങനെ ചെറിയ ജോബ്സൊക്കെ നോക്കുന്നുണ്ട്, അപ്പോൾ അത് വെറുതെ എൻക്വയറി ചെയ്തെന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഐ സെഡ് ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കണ്ടേ, നമ്മളുടെ നാട് എന്തോരം പുരോഗമിക്കാൻ ഇപ്പോഴും കിടക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ്. എനിക്കാണെങ്കിൽ തന്നെയും ഒരു പ്രേമം പൊളിഞ്ഞത് നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അറിയുന്നതായിരുന്നു.
അന്നേരമൊക്കെ ഉണ്ടായിരുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരുടെ ഒരു അറ്റാക്കൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര അൺബെയറബിൾ അറ്റാക്കായിരുന്നു. നമുക്ക് തന്നെ തോന്നിപ്പോവും നമ്മളെന്തോ ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണെന്ന്. പക്ഷെ അത്രയ്ക്കൊന്നും നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നശിപ്പിക്കേണ്ടിയിരുന്നതല്ല നമ്മളെ ലൈഫ്. ചില സമയത്ത് നമ്മളങ്ങ് വല്ലാതെ വേദനിച്ച് മറ്റുള്ളവരുടെ കമൻസ് കൊണ്ട് മുറിവേൽക്കപ്പെടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതൊക്കെ ഭയങ്കര മോശമാണ്. അങ്ങനെ പറയുന്നവരും അതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അത് ശരിയല്ല എന്ന് എനിക്ക് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു റിലേഷൻഷിപ്പ് നല്ലതാണോ ചീത്തയാണോ എന്ന് ആവാതെ നമുക്കത് പറയാനൊന്നും പറ്റത്തില്ല. സോ അത് നടന്നില്ല അത്രയേ ഉള്ളൂ. അതങ്ങനെ എടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളൊരു ഇൻസൈറ്റ് കിട്ടാൻ എനിക്ക് കുറേ വൈകിപ്പോയി. അങ്ങനെ സോ എന്നെപ്പറ്റി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പണ്ട് പഠിച്ചതും വളർന്നൊക്കെ കുറച്ച് കാലം ഒമാനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് കംപ്ലീറ്റ്ലി സെറ്റിൽ ആവുകയാണ് ചെയ്തത്. ഇപ്പോഴും അച്ഛൻ ഒമാനിലാണ്. സോ എന്നെ പറ്റിയിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, എനിക്ക് 28 വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു എവിടെയോ. 28 വയസ്സുണ്ടെന്ന് ഇപ്പോൾ പറയുമ്പോൾ ആൾക്കാർ 28 വയസ്സുണ്ടോ, കണ്ടാൽ പറയില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. കാര്യം മുന്നേ എന്നെ കണ്ട കുറച്ചുകൂടെ പ്രായം പറയുമായിരുന്നു. ചെറിയ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വയസ്സുണ്ട് എന്നൊക്കെ ഒരു ഏജ്ഡ് ആയിട്ട് ഒരു 18, 19 ഒക്കെ ഉള്ളപ്പോൾ 24 ഉണ്ടോ 25 ഉണ്ടോ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഇപ്പോൾ വേറെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നും. എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ എന്നെ കണ്ട പ്രായം തോന്നുമായിരിക്കും, പക്ഷേ അറിയില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാര്യം ഇവിടത്തേക്ക് പിള്ളേർ നമ്മളെക്കാട്ടിലും കുറച്ചുകൂടെ ഹ്യൂജാണ്. അത് ഓരോ പ്ലേസിൻ്റെയും അവരുടെ ഭക്ഷണത്തിൻ്റെയും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ജെനറ്റിക്സും എല്ലാം ഇൻക്ലൂഡഡ് ആണല്ലോ, അതൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ 20കൾ കഴിഞ്ഞുകൊണ്ട് 30കളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു റിയലൈസേഷനൊക്കെ എത്തുമ്പോൾ കുറേ വേസ്റ്റ് ചെയ്ത് കളഞ്ഞോ ടൈമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത്രയും സമയം പാസ് ചെയ്ത് പോയത് റിഗ്രറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതാരാണേലും റിഗ്രറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചിലപ്പോൾ കടന്നു പോവേണ്ടിയിരുന്ന സമയത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയത്. പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. റിഗ്രറ്റൊന്നും ചെയ്യാതെ ഉള്ള സമയം നല്ലപോലെ ജീവിക്കുക. നമുക്കൊരു കുറച്ചൊരു എത്തുമ്പോൾ നമുക്ക് തോന്നില്ലേ നമ്മളെ ലൈഫ് ഇച്ചിരി കോളേ ഉള്ളൂ, വെറുതെ നശിപ്പിക്കേണ്ട എന്ന് തോന്നൂലേ. അങ്ങനെയൊക്കെ ഉള്ള ഇൻസൈറ്റ്സ് നമുക്ക് വരുമ്പോൾ കുറേ നമ്മൾ ചിന്തിക്കുന്ന രീതികൾ നമ്മൾ മാറ്റാൻ തുടങ്ങുമല്ലോ. അങ്ങനെയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ദിസ് ഈസ് ലക്ഷ്മി അൺഫിൽറ്റേർഡ്. എൻ്റെ സെൽഫ് ഇൻട്രോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ബിഫോർ എൻഡിങ് എനിക്കിതൊരു സെൽഫ് ഇൻട്രോ മാത്രമാക്കി നിങ്ങളെ ബോറടിപ്പിച്ച് നിർത്തണം എന്നല്ല ആഗ്രഹം. സോ ഞാൻ ഇന്നിവിടെ എൻ്റെ ഈ വീഡിയോ ഇങ്ങനെ അവസാനിപ്പിക്കുക മാത്രമല്ലാതെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് കൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇതെനിക്ക് കോസ്ലെക്സ് UK എന്നുള്ളൊരു പേജ് ഫസ്റ്റ് അയച്ചു തന്ന അവരുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സാധനമാണേ. ഇതാണ് ഒരു ഫസ്റ്റ് എനിക്ക് അയച്ചുതന്ന പ്രൊഡക്റ്റ്. ഇതിങ്ങനെ അടിപൊളി പ്രൊഡക്റ്റ്, കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ പല മോഡ്സൊക്കെ ഉണ്ട്. ഒരു ഭയങ്കര ഹാൻഡി ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ് ഇത്. അവരിപ്പോൾ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന കോസ്ലെക്സിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഭയങ്കര സൂപ്പറാണ്. അതായത് ഇതിപ്പോൾ തനിയെ ഓഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ടൊന്ന് അമർത്തി ഇങ്ങനെ പിടിച്ചാൽ മതി, തനിയെ ഓണാവുന്നു. ആൻഡ് ഇറ്റ് ഗോട്ട് ലൈക്ക് 4 മോഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ പല്ല് സാധാ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കത്തില്ലേ, അതുപോലെ മൂവ്മെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന കുറച്ചുകൂടെ AI യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിന് കുറേ മോഡ്സൊക്കെ ഉണ്ട്. അതായത് കണ്ടോ, ഇതിപ്പോൾ കാണുന്നുണ്ട് 2 സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലീൻ മോഡാണ് അതിൻ്റെ. അടുത്തത് ക്ലീൻ പ്ലസ്, ഇത് കുറച്ചുകൂടെ സ്പീഡിൽ ഇങ്ങനെ ആവുന്നൊരു മോഡാണ്. പിന്നെ ക്ലീൻ പ്ലസ് കുറച്ചുകൂടെ സ്പീഡി ആയിട്ട് മൂവ് ചെയ്യും. പിന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു മോഡാണ്. ലൈക്ക് കുറച്ചുകൂടെ
സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. അത് നമുക്ക് തന്നെ നമ്മളുടെ ഇഷ്ടത്തിന് മൂവ്മെൻറ്റ്സ് കൊടുക്കാം. ഇതതിൻ്റെ കാഷ്വൽ മോഡാണ്. ഇത് കെയറിങ് മോഡാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ജെൻറ്റിലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. സോ ഇതൊരു സൂപ്പർ ഗെയിം ചേഞ്ചർ പ്രൊഡക്റ്റാണ്. എൻ്റെ പല്ല് അത്ര ഒരു മഞ്ഞ ഷെയ്ഡാണ് യൂഷ്വലി. കുറച്ചൊന്ന് ക്ലീൻ ആയത് എനിക്ക് തോന്നുന്നു. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് ഫ്യൂ ഡേയ്സ് ആയിട്ടുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിൽ നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ ഐ ഫീൽ എ ഡ്രാസ്റ്റിക് ചേഞ്ച്. ലൈക്ക് ഇത് എനിക്ക് ഇഷ്ടമാണ്, ലൈക്ക് ഇതെൻ്റെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. പക്ഷേ ഇത് ലൈക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുമ്പോൾ. ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ആക്ച്വലി നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് ആണല്ലോ. നമ്മൾ റൂട്ടീനിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ യൂസ് ചെയ്യുക. മാത്രമല്ല ഈ വണ്ടർഫുൾ പ്രൊഡക്റ്റ് ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. ആരും പേടിക്കേണ്ട, നാട്ടിൽ നല്ലപോലെ അവൈലബിൾ ആണ്. ആമസോണിൽ ഇവിടെ മാത്രമല്ല നാട്ടിലും കിട്ടും. ഇതൊരു കനേഡിയൻ പ്രൊഡക്റ്റാണ്. ഇവരുടെ തന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അത് ഞാൻ കുറച്ചുകൂടി എക്സൈറ്റഡ് ആണ് കാണിക്കാനായിട്ട്. സോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഓർക്കണം, കോസ്ലെക്സ് UK അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യണം. ഓൾസോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ യു ക്യാൻ പർച്ചേസ് ദിസ് ഓൺ Amazon and let me know the review of the product. Have a wonderful time. Bye-bye. Thank you for listening. Bye. പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ബയോയിൽ കൊടുക്കുന്നുണ്ട്. ഡു ചെക്ക് ഔട്ട്.